വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാൽ നിൻമൊഴികൾ. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാൽ നിൻമൊഴികൾ. ആഴിയതിൻ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ. ആഴിയതിൻ ഓളങ്ങളാൽ വലഞ്ഞിടുമ്പോൾ എൻ പടകിൽ എൻ്റെ പ്രിയൻ യേശുവുണ്ട്. ചേർത്തിടുമേ ഭവനമതിൽ. എൻ്റെ പ്രിയൻ യേശുവുണ്ട്. ചേർന്നിടുമേ തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമത്. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകനാൻ ദേശമത്. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ അനുദിനം നീ പണിയണമേ. ഹല്ലേലൂയ, സ്തോത്രം.
കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ പണിയണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കി വലിയ രക്ഷ ദൃഷ്ടികളായി നമ്മൾ കാണുകയാണ്. കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ തൻ്റെ അവസാനത്തുള്ള രക്തവും ഊറ്റി നമുക്ക് വേണ്ടി മറുവിലയാക്കപ്പെട്ടപ്പോൾ വലിയ രക്ഷ നമുക്ക് നൽകിയ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി പറയാം. സ്തോത്രം. സഹോദരങ്ങളെയൊക്കെ കാണുന്നു, എല്ലാവരും സൗഖ്യത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. നാൻസി, അയച്ചാട്ടൻ എല്ലാവരും സൗഖ്യത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. ഇന്ന് പകലിൽ നമ്മൾ ഓരോരുത്തരുമായിരുന്ന സ്ഥാനത്ത് കർത്താവ് നമ്മളെ പരിപാലിച്ചു. വലിയ ആപത്ത് അനർത്ഥങ്ങളിൽ നിന്നൊക്കെ വിടുവിച്ചു. രോഗങ്ങളിൽ, ദുരിതങ്ങളിൽ നിന്നും വലിയ കഷ്ടങ്ങളിൽ നിന്നൊക്കെ കർത്താവ് വിടുവിച്ചു. ഇന്ന് രാത്രിയിൽ ഈ 10 മണി കഴിഞ്ഞ സമയത്ത് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നു. നമ്മൾ രാവിലെ യാത്ര ചെയ്തവരാണ്, വാഹനത്തിൽ യാത്ര ചെയ്തവരാണ്, പലയിടത്തും പല ജോലികളിലും ഏർപ്പെട്ടവരാണ്. എങ്കിലും കർത്താവ് അവിടെ ഒന്നും അപകടങ്ങൾ കൂടാതെ, അനർത്ഥങ്ങൾ കൂടാതെ നമ്മളെ പരിപാലിച്ചു. ഭവനത്തിൽ രാവിലെ ഭവനം വിട്ട് പോയവർ സന്ധ്യയിൽ കുടുംബമായി കർത്താവിനെ ഒരുമിച്ച് പാടുവാൻ, ആരാധിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുവാൻ, മാതാപിതാക്കളെ കണ്ടുമുട്ടുവാൻ ഒക്കെ കർത്താവ് നമ്മളെ ഒരുക്കി. ദൈവത്തിൽ നമുക്ക് നന്ദി പറയാൻ ഇന്ന് രാത്രി വലിയ കാര്യങ്ങൾ കർത്താവ് നമുക്ക് ചെയ്തിട്ടുണ്ട്. രാവിലെ പോയ സമയം മുതൽ ഈ സമയം വരെ നമ്മളെ പരിപാലിച്ചു. രാവിലെ നമ്മൾ പലരും പല ജോലികളിൽ ഏർപ്പെട്ടിരുന്നു. വാഹനത്തിൽ ജോലി ചെയ്തവരുണ്ട്. ഈ യാത്രയിൽ തന്നെ, ഈ പോയ വഴിയിൽ തന്നെ വലിയ അപകടങ്ങൾ വരാമായിരുന്നു, വന്നവരുണ്ട്. എന്നാലും അവിടെയൊക്കെ വലിയ അനർത്ഥങ്ങൾ കൂടാതെ നമ്മളെ പരിപാലിച്ചു കർത്താവ്. ഒരു പാട്ടിങ്ങനെ നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി മാത്രമേ നമുക്ക് പറയുവാൻ കഴിയൂ. എൻ ദൈവമേ, നന്ദി എന്നേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എന്നേശുപരാ.
എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. കൂരിരുൾ താഴ്വര അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര അതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ. ആ ദൈവസ്നേഹത്തെ നോർക്കാൻ പറ്റുമോ? ഇന്ന് രാത്രിയിൽ പകലിൽ നമ്മളെ പരിപാലിച്ച കർത്താവിനെ ഞങ്ങളോട് ചേർന്ന് പാടാൻ പറ്റുമോ? നന്ദി കർത്താവേ, യേശുവെ, ഞങ്ങളെ പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം. ഒരു താഴ്വരയിൽ ഞങ്ങൾക്ക് ഭയമില്ലാതെ കർത്താവ് നടത്തിയ കൃപയ്ക്കായി നന്ദി പറയാൻ പറ്റുമോ? അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി. കർത്താവ് നമ്മളെ സ്നേഹിച്ചില്ലേ? കർത്താവ് സ്നേഹിച്ചുകൊണ്ടല്ലേ നമ്മൾ പകൽ നമ്മൾ ഓരോരുത്തരുമായിരുന്ന സ്ഥാനത്ത് കർത്താവ് പരിപാലിച്ച് ആ യേശുവിന്റെ സാന്നിധ്യമല്ലേ, യേശുവിന്റെ കൃപയല്ലേ നമ്മൾ പകലിൽ ജോലി ചെയ്തെടുത്തും വാഹന യാത്രയിലും മറ്റിതര കാര്യങ്ങളിൽ ഏർപ്പെട്ടപ്പോൾ അവിടെ പരിപാലിച്ച കർത്താവിന്റെ കൃപയല്ലേ. എണ്ണമില്ലാതെ ഉള്ള നന്മകൾ ഓർത്തുമ്പോൾ കർത്താവിനെ സ്തുതിക്കാതിരിക്കാൻ പറ്റുമോ? കൂരിരുൾ താഴ്വര അതിലും എൻ്റെ പാതയ്ക്ക് ദീപമായി വന്നു കർത്താവ്. നമ്മുടെ ജീവിതത്തിൻ്റെ കൂരിളിൻ്റെ സാഹചര്യത്തിൽ, ഞെരുക്കത്തിൻ്റെ സാഹചര്യത്തിൽ ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങൾ ഒത്തിരി ഭാരപ്പെട്ടപ്പോൾ നമ്മൾ ആരും വലിയ കഴിവുള്ളവരല്ല, ആരും വലിയ മിടുക്കരല്ല. സാമ്പത്തികമായോ മറ്റ്
സാഹചര്യങ്ങൾ കൊണ്ടൊന്നും വലിയ മിടുക്കരല്ല, പക്ഷെങ്കിൽ നമ്മളെ നടത്തിയത് കർത്താവിന്റെ കൃപയല്ലേ? അല്ലേ? സങ്കടപ്പെട്ട സാഹചര്യത്തിൽ, തളർന്നു പോയ വേളയിൽ കർത്താവ് പരിപാലിച്ചു. കൂരിരുൾ താഴ്വരതിലുമെന്തേ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരതിലുമെന്തേ പാതയിൽ ദീപമായി വന്നു. ഒരു പ്രാവശ്യം കൂടെ ചേർന്ന് പാടാൻ പറ്റുമോ? കൂരിരുൾ താഴ്വരതിലുമെന്തേ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. ഇതിനൊരു വരിയുണ്ട്: ജീവിത ശൂന്യതയിൽ നടുവിൽ നിർവായ അനുഗ്രഹം ചൊരിഞ്ഞു. നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യതയുടെ നടുവിൽ നമുക്ക് പറയാൻ പറ്റുമോ നമുക്ക് ശൂന്യതയൊന്നുമില്ല, നമ്മൾ സമൃദ്ധിയോടെയാ നടക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? കർത്താവ് കൃപ തന്നതല്ലേ നമ്മൾക്ക് സമൃദ്ധി. അവന്റെ ദാരിദ്ര്യം നമുക്ക് സമൃദ്ധിയായി. വചനം അങ്ങനെയാ പറയുന്നത്. നമ്മുടെ കർത്താവ് സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യം നിമിത്തം നമ്മൾ സമ്പന്നരായി. നമ്മുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവനേറ്റു. ഇന്ന് സമാധാനം അനുഭവിക്കുന്നുവെങ്കിൽ യേശു എന്ന ക്രൂശിൽ നമുക്ക് വേണ്ടി സമാധാനം അനുഭവിക്കുവാൻ വേണ്ടിയാണ് ആ ശിക്ഷയേറ്റത്. നമുക്ക് വെറും ലാഘവത്തോടെ കാണുന്നു. ആ ക്രൂശിലെ മരണം എന്തൊക്കെ നമുക്ക് നേടിത്തന്നു: നിത്യരക്ഷ, സമാധാനം, രോഗസൗഖ്യം. ജീവിത ശൂന്യതയുടെ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിയുവാൻ വേണ്ടി അവൻ ദാരിദ്ര്യം അനുഭവിച്ചു. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. ഹല്ലേലൂയ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. കർത്താവേ, ഇത്രയും ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങളോട് ചേർന്ന് പാടാൻ പറ്റുമോ? ശിവോറീസേ, കർത്താവിന്റെ കൃപയല്ലേ നമ്മൾ രാത്രിയിൽ ഇത്രയും സമയം നമ്മളായിരിക്കുന്നത്. പകൽ ഏതൊക്കെ വഴിയിൽ കൂടെ നമ്മൾ നടന്നു, ഏതൊക്കെ ജോലികൾ ചെയ്തു, കർത്താവ് നമ്മളെ പരിപാലിച്ചില്ലേ? രാത്രിയിൽ കർത്താവിനെ സ്തുതിക്കുവാൻ പറ്റുമോ? നന്ദി യേശുപരാ. അനു, സ്തോത്രം. കർത്താവ് നമ്മളെ പരിപാലിച്ചല്ലേ? കണ്ണുനീരിന്റെ നടുവിൽ, വേദനയുടെ മധ്യത്തിൽ കർത്താവ് നമ്മളെ പരിപാലിച്ചു. എബ്രഹാം, സ്തോത്രം. അച്ഛാ, കർത്താവ് നമ്മളെ സുഖമായി നടത്തിയത്, പരിപാലിച്ചത് കർത്താവിന്റെ കൃപയല്ലേ? നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി യേശുപരാ. ഹല്ലേലൂയ.
ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ സാഹചര്യത്തിൽ ചില വർഷങ്ങൾക്ക് മുൻപ് ഓർത്താൽ സന്ധ്യയാകുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുന്നുള്ളൂ. രാത്രിയാകുമ്പോൾ നാളത്തെ കാര്യം ഓർത്ത് ഫ്രീ ആകുന്ന സമയമാണല്ലോ രാത്രിയിൽ ഇങ്ങനെ ഓർക്കും, നാളെ ഇന്നത്തത് പോലെ തന്നെയാണല്ലോ നാളെ, ഒരു വ്യത്യാസവുമില്ലല്ലോ, ഒരു പ്രതീക്ഷയും ഇല്ലാത്ത നാളുകൾ, ഒരു പ്രതീക്ഷയുമില്ല. എന്നാൽ പ്രതീക്ഷ തന്നത് കർത്താവാണ്, പ്രതീക്ഷിക്കുവാനുള്ള വക തന്നത് കർത്താവാണ്. ആ യേശുവിനെ മുറുകെ പിടിച്ചതായെന്ന് ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഇങ്ങനെ എടുത്ത് പാട്ട് പാടുന്നത്. കർത്താവിന് നന്ദി പറയാം. അവൻ നാളുകളായി നമ്മളെ നടത്തുന്നത് നമ്മുടെ ആരുടെയും കഴിവല്ല കേട്ടോ, നമ്മുടെ ആരുടെയും മിടുക്കോ സാമ്പത്തിക ഭദ്രതയോ ജോലിയോ ഇതൊന്നുമല്ല. എന്തെങ്കിലും ഇല്ലാതെ വരുമ്പോൾ നമുക്കറിയാം ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കൃപയും എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. മനസ്സേ വ്യാകുലമാരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. മനസ്സേ വ്യാകുലമാരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. കണ്ണുകൾ കാൺമതില്ല, കാതുകൾ കേൾപ്പതില്ല. കണ്ണുകൾ കാൺമതില്ല, കാതുകൾ കേൾപ്പതില്ല. ഒരു ഹൃദയത്തിലും അത് തോന്നിയിട്ടില്ല. സമ്പന്ന ഭരണിയിൽ നിന്നവൻ തൂകും, നിരന്തരം അനുഗ്രഹമാരി പോൽ ചൊരിയും. മനസ്സേ വ്യാകുലമാരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. മനസ്സേ വ്യാകുലമാരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. നിത്യനാം ദൈവം തൻ അനുഗ്രഹശാലകൾ, നിത്യനാം ദൈവം തൻ അനുഗ്രഹശാലകൾ നിനക്കായി ചൊരിഞ്ഞിടും. നീ ചോദിക്കിൽ ആകാശപ്പറവകൾ വിതയ്ക്കുന്നില്ല, അവനവൻ അവകാശം ന്യായമായി കൊടുക്കും. മനസ്സേ വ്യാകുലമാരുതേ, കരുതാൻ നിനക്കവൻ മനമടുത്തുണ്ട്. മനസ്സിൽ വ്യാകുലം വരുമ്പോ നമ്മുടെ കർത്താവ് അടുത്തുണ്ടെന്ന് ഓർക്കണം. നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയത്. ആർക്കും മനസ്സിൽ പോലും ചിന്തിക്കുവാൻ കഴിയാത്ത തരത്തിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. വാതിലുകളും വഴികളും തുറക്കും, നമ്മളെ മാനിക്കും. സമ്പന്ന ഭരണിയിൽ നിന്നവൻ തൂകും. അനുഗ്രഹം മാരി പോൽ നമ്മുടെ മേൽ തൻ്റെ മക്കളായവർ. യോഹന്നാന്റെ ലേഖനത്തിൽ ഞാൻ ഇന്ന് വായിച്ചതാ, യേശുവിനെ പിതാവ്
എന്നറിഞ്ഞവൻ മകനെ സ്നേഹിക്കുന്നു. പുത്രൻ നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങളും ചൊരിയും നമ്മളെ. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് താൻ മുഖാന്തരമായി, യേശുക്രിസ്തു മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷാപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ താൻ പ്രാപ്തനാകുന്നു. യേശുക്രിസ്തു മുഖാന്തരമായി ആര് കർത്താവിനോട് അടുക്കുന്നു, ദൈവത്തോട് അടുക്കുന്നുവെങ്കിൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ താൻ പ്രാപ്തനാകുന്നു. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തന, വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ കർത്താവിന്റെ സാന്നിധ്യത്തിൽ നമുക്കായിരിക്കാം. അവൻ ആരെയും ഉപേക്ഷിക്കുന്നവനല്ല, ആരെയും തള്ളിക്കളയുന്നവനല്ല. നമ്മുടെ ഏത് സാഹചര്യമായിക്കൊള്ളട്ടെ, നമ്മുടെ ഏത് വേദനയിലുമായിക്കൊള്ളട്ടെ, കർത്താവ് ഉപേക്ഷിക്കില്ല. മനുഷ്യന് മാറ്റി നിർത്തും കേട്ടോ, മറ്റുള്ളവര് മാറ്റി നിർത്തും. പക്ഷെങ്കിൽ കർത്താവ് നമ്മളെ തള്ളില്ല, ഉപേക്ഷിക്കില്ല. നമ്മുടെ മനസ്സ് കർത്താവിൽ ഏൽപ്പിച്ചാൽ മതി. ചില വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ജീവിതത്തിലൊരു അനുഭവം, ഞാൻ ഗാനമേളയൊക്കെ പാടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ സമയത്ത് എൻ്റെ വലിയൊരു ആഗ്രഹമാണ് CD-കളിൽ, കാസറ്റുകളിലൊക്കെ, അന്ന് കാസറ്റേ ഉള്ളൂ, കാസറ്റുകളിലൊക്കെ പാടണമെന്ന് വലിയൊരാഗ്രഹമാണ്. എന്നാൽ എൻ്റെ 20 വയസ്സ്, 19-20 വയസ്സായപ്പോൾ ഞാൻ ഗാനമേള പാട്ടുകൾ, ഇങ്ങനെ സിനിമാ പാട്ടുകളൊന്നും പാടണ്ട, ഞാൻ അമ്പലപ്പറമ്പിലും ഭജനകളും ഒക്കെ പാടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം. വേണ്ട, അതൊന്നും വേണ്ട എന്നൊന്ന് തീരുമാനിക്കുക, ദൈവവുമായിട്ട് മാത്രം ഞാൻ തീരുമാനിക്കുക. എൻ്റെ പഠിപ്പോ സാഹചര്യങ്ങളോ എൻ്റെ ജോലിയോ എൻ്റെ സൗന്ദര്യമോ ഒന്നും ഞാൻ കണക്കിടുന്നില്ല. ദൈവവുമായിട്ട് മാത്രമുള്ള ബന്ധത്തിൽ ഞാൻ അതൊന്നും പാടുന്നില്ല. എനിക്ക് അങ്ങനെ ഒരു വേദി വേണ്ട, ഞാൻ കർത്താവിന് വേണ്ടി പാടുന്നു എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ വരികയാണ്. അത് കഴിഞ്ഞപ്പോൾ ഞാനൊരു പുതുപ്പള്ളിയിൽ തന്നെ ഒരു ഗാനമേള പാടിയ സമയത്ത് ഒരു ചേട്ടൻ എന്നെ വന്ന് പരിചയപ്പെട്ടു. ബെന്നി, ഞങ്ങളൊരു CD ഇറക്കുവാൻ ആഗ്രഹിക്കുന്നു, അത് അല്പ രാഷ്ട്രീയ ഗാനങ്ങൾ ഉൾപ്പെടുത്തിയുള്ളൊരു CD, അതിനകത്തൊരു പാട്ട് പാടാൻ നിനക്കൊരു അവസരം തരാം. ഞാനന്ന് ആദ്യം താല്പര്യത്തോടെ ഇരുന്ന ഒരു കാലഘട്ടം. എന്നാൽ ഇങ്ങനൊരു തീരുമാനം എടുത്ത സമയത്താണ് അദ്ദേഹം എന്നെ വിളിക്കുന്നത്. ഇന്ന ദിവസം റെക്കോർഡിംഗ് ആണ്, വരുവാണെങ്കിൽ ആ ഒരു പാട്ട് പാടാം എന്ന് പറഞ്ഞു. എന്നാലും ഇങ്ങനെയുള്ള മാധ്യമത്തിലൂടെ പാടാനോ അല്ലാതെ വേദികളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം, 20 വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ അങ്ങനെയുള്ള പാട്ടുകൾ നിർത്തി, ഞാനിനിയും പാടുന്നില്ല. ഞാൻ അന്ന് ഈ പെന്തക്കോസ്തിൽ പോകുന്നോ അല്ല വിശ്വാസത്തിൽ പോകുന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു കളിയാക്കൽ പോലെ, മണ്ടനാണ്, പൊട്ടനാണ് എന്നുള്ളൊരു ധാരണയിൽ ചിന്തിക്കുന്നൊരു കാലഘട്ടം. അവർ ചിന്തിച്ചു പോകും കേട്ടോ, നമ്മുടെ രീതികൾ അതായിരുന്നു. ഇവൻ എത്ര നാൾ നിൽക്കും, എത്ര നാളിങ്ങനെ പോകും എന്നൊരു ചിന്താഗതിയിൽ ചിന്തിക്കുന്നൊരു കാലഘട്ടം. അവരുടെയും കുഴപ്പമില്ല. പക്ഷെ നമ്മളെ വിളിച്ചത് കർത്താവാണ്, കർത്താവുമായിട്ടാണ് നമ്മുടെ ബന്ധവും വിശ്വസ്തതയും. എന്നാൽ ഞാൻ അന്ന് വേണ്ട എന്ന് പറഞ്ഞ സമയം അവർ പലരും എന്നെ പറഞ്ഞു വിമർശിച്ചു, എന്തിനാ ഇവൻ ഇങ്ങനെ, അവനൊരു അവസരം കിട്ടിയത് പാടണ്ടേ, പെന്തക്കോസ്തിൽ പോവോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ പോവോ, കർത്താവിന് വേണ്ടി നിൽക്കുന്നു, അതൊക്കെ നിൽക്കട്ടെ, പക്ഷെങ്കിൽ പാട്ട് പാടുന്നതിന് അവൻ്റെ കുഴപ്പമില്ല, കർത്താവ് ഒരു കഴിവ് തന്നിട്ടില്ല, അത് പാടാൻ മേലെ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ ഇത് ഞാൻ വ്യക്തിപരമായ ദൈവവുമായിട്ടെടുത്തൊരു തീരുമാനമായിരുന്നു. എന്നാൽ നാളുകൾ കഴിഞ്ഞു, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. എൻ്റെ തീരുമാനത്തെ ദൈവം മാനിച്ചു. ഇപ്പം അനേക ഗാനങ്ങൾ CD-കളിലും അതുപോലെ ഒക്കെ പാടുവാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. ഒരുപാട് ഗാനങ്ങൾ. ഈ ഇന്നലെ ഒരു ഗാനത്തിന്റെ പ്രകാശനമായിരുന്നു, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകിയാൽ. ആ വരി പോലെ തന്നെ എൻ്റെ ജീവിതവും ആയി, വാഗ്ദത്തം ചെയ്തവൻ ദൈവം വിശ്വസ്തനാ. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയാ. ഒന്നിലധികം ഗാനങ്ങൾ എഴുതുവാൻ കർത്താവ് എനിക്ക് ബലം തന്നു. ഒന്നുമില്ലാത്ത വചനം ഇങ്ങനെ പറയുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്നും എല്ലാം ഉളവാക്കുന്നൊരു കർത്താവ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കൊന്നുമില്ലായിരിക്കാം, കഴിവില്ലായിരിക്കാം, പ്രാപ്തിയില്ലായിരിക്കാം, സാമ്പത്തികമില്ലായിരിക്കാം, ബന്ധങ്ങളില്ലായിരിക്കാം. പക്ഷെങ്കിൽ ഇപ്പോൾ ലൈവിലുള്ള ജിജിൻ വർഗീസ്
അദ്ദേഹമാണ് എൻ ടൈം റിവൈവൽ മിനിസ്ട്രിയുടെ അഡ്മിനായിരിക്കുന്ന സഹോദരൻ. ഞങ്ങൾ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. എന്നാൽ ഈ ഓൺലൈൻ വഴിയുള്ള ബന്ധം, അദ്ദേഹം എന്നെ വിളിച്ചു. പല ഗാനങ്ങൾ അദ്ദേഹം എന്നെ കൊണ്ട് പാടിപ്പിച്ചു. എന്നാൽ അദ്ദേഹം തന്നെ എഴുതിയൊരു ഗാനമാണ് വാഗ്ദത്തം ചെയ്ത ദൈവം വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകയാൽ തെല്ലും കുലുങ്ങുകില്ല. നമ്മെ വിളിച്ചവൻ നമ്മുടെ മിത്രമായി നമ്മോടു കൂടെയുണ്ട്. ഞാൻ പതറുകില്ല, ഞാൻ തളരുകില്ല, എൻ്റെ കാലുകളിടറുവാൻ ഇടയാകില്ല. ഞാൻ പതറുകില്ല, ഞാൻ തളരുകില്ല, എൻ്റെ കാലുകൾ ഇടറുവാൻ ഇടയാകില്ല. വിശ്വസ്തനായി ഞാൻ, വിശ്വസ്തനായി ഞാൻ, വിശ്വസ്തനായി ഞാൻ നിലനിന്നിടും. ഈ ഗാനം പോലെ തന്നെ വിശ്വസ്തനായി വർഷങ്ങളായി ഇങ്ങനെ നിൽക്കുവാൻ കർത്താവ് എന്നെ ഒരുക്കുന്നതിനായി സ്തോത്രം. ഷൈച്ചേട്ടാ, സിബിച്ചായ സ്തോത്രം. ഇവരൊക്കെ എനിക്ക് വേണ്ടപ്പെട്ട സഹോദരങ്ങളാണ്, എന്നെ വ്യക്തിപരമായി അറിയാവുന്ന സഹോദരങ്ങളാണ്. ഹല്ലേലൂയ. ഈ നാളുകളിൽ കർത്താവ് അനേകർക്ക് ആശ്വാസമാകും വിധം ഗാനങ്ങൾ പാടുവാൻ ഒരു സാധ്യതയും ഇല്ലാന്ന സാഹചര്യത്തിലാണ് കോവിഡിന്റെ സമയം കേട്ടോ. കോവിഡായി എല്ലാവരും, ഈ ലോക്ക്ഡൌൺ ആയി വീടുകളിൽ എല്ലാവരും അടച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കർത്താവ് എനിക്കിങ്ങനൊരു സാധ്യത തന്നു. എല്ലാവരും തന്നെ വീടുകളിൽ അടങ്ങി ഇരിക്കുന്ന സമയത്ത് എൻ്റെ സാഹചര്യം അനുസരിച്ച് ഞാൻ ഓൺലൈൻ വഴി പാടാൻ തുടങ്ങി. കർത്താവ് ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവസാനമോ എന്ന് കരുതുന്ന നാളിൽ താൻ ചുവടുകൾ വയ്ക്കുവാൻ വേണ്ടി നമുക്ക് പുതുവഴി തുറക്കുവാനിടയായി തീരും. ചില ഗാനങ്ങൾ പാടുവാനിടയായി തീർന്നു, ചില ഗാനങ്ങൾ എഴുതുവാനിടയായി തീർന്നു. അതിലൊരു വരി ഞാൻ പാടാം. പ്രതികൂലമാം കടൽ തിരകളിൻ നടുവിലായി വഴികൾ തുറക്കുമാ സ്നേഹനാഥൻ. പ്രതികൂലമാം കടൽ തിരകളിൻ നടുവിലായി വഴികൾ തുറക്കുമാ സ്നേഹനാഥൻ. അവസാനമോ എന്നു കരുതുന്ന നാളിൽ ഞാൻ ചുവടുകൾ വയ്ക്കുന്ന പുതുവഴിയേ. അവസാനമോ എന്നു കരുതുന്ന നാളിൽ ഞാൻ ചുവടുകൾ വയ്ക്കുന്ന പുതുവഴിയേ. ആ നാഥനെ എന്നെന്നും വാഴ്ത്തും, തൻ കൽപ്പന പോലെ നടക്കും. ആ നാഥനെ എന്നെന്നും വാഴ്ത്തും, തൻ കൽപ്പന പോലെ നടക്കും. യേശുവിൻ കൂടുള്ള വാസം എത്രയോ സന്തോഷകാലം. യേശുവിൻ കൂടുള്ള വാസം എത്രയോ സന്തോഷകാലം. ഇരുളുന്ന വേളയിലും അകലാതെ നിൽക്കുന്ന സ്നേഹിതനാണെന്റെ നാഥൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രതികൂലമാകുന്ന കടലിന്റെ നടുവിൽ കൂടെ കർത്താവ് നമുക്ക് വഴികൾ തുറക്കും. ഇതൊക്കെ ജീവിതത്തിന്റെ അനുഭവത്തിലൂടെ പാടുവാനും അനുഭവത്തിലൂടെ എഴുതുവാനും കർത്താവ് എന്നെ ഒരുക്കി. ചിന്തിക്കും, ഞാൻ തന്നെ ചിന്തിക്കാറുണ്ട്, എനിക്ക് അതിനുള്ള കഴിവുണ്ടോ, പ്രാപ്തിയുണ്ടോ, ഞാൻ അതിനുള്ള ഒരു പാണ്ഡിത്യം എനിക്കുണ്ടോ, അറിവുണ്ടോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നൊരു സമയമുണ്ട്. പക്ഷെങ്കിൽ ബൈബിൾ വായിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ഭോഷത്വമായതിനെ തിരഞ്ഞെടുത്തു, ബലമുള്ളവനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. പുതുപ്പള്ളിയിൽ എത്രയോ സഹോദരങ്ങളുണ്ട്,
എന്നാൽ എന്നെ കർത്താവ് കണ്ടു. എന്നെ കർത്താവ് മാനിച്ചതോർ സ്തോത്രം. കർത്താവ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തതോർ സ്തോത്രം. വിശ്വസ്തനായി നിൽക്കുവാൻ കർത്താവ് ഈ നാളുകളിൽ എന്നെ ഒരുക്കുന്നതിനായി സ്തോത്രം ചെയ്തു. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് പ്രിയ സഹോദരി, ഞങ്ങൾ ഒരുമിച്ചാണ് ഇങ്ങനെ ലൈവിലിരിക്കുന്നത്. എല്ലാ സഹോദരങ്ങളും കാണുന്നു. ഷൈചാട്ടൻ, ഐച്ചാട്ടൻ, സുനിൽ മുണ്ടക്കയം, എബ്രഹാം, സന്തോഷ് അളിയൻ, എല്ലാ സഹോദരങ്ങളും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു പാട്ടുണ്ട്. ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലൂടിയിട്ട് നിത്യ വീടുന്നുണ്ട് വീടയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഈ പാട്ട് മിക്കപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്ന മരണ വീടുകളിലാണ്. ഞാൻ വീട്ടില് ഈ സിസ്റ്റത്തെ ഞാൻ സൗണ്ട് വോളിയത്തിൽ വെച്ച് കേട്ടുക. രാത്രി ഇപ്പോൾ 11 മണിയോട് അടുക്കുന്നു. ഈ പാട്ട് പാടുമ്പോൾ പലരും ശ്രദ്ധിക്കും. എന്നാലും എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു പാട്ടാണ്. ലോകമാം ഗംഭീര വാരിധിയിൽ വിശ്വാസ കപ്പലിൽ ഓടിയിട്ട് നിത്യ വീടൊന്നുണ്ട് അവിടെ എത്തി കർത്തനോട് കൂടെ വിശ്രമിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാൻ പറ്റുമോ? എന്നോട് ചേർന്ന് പാടാൻ പറ്റുമോ? ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യ വീടൊന്നുണ്ട് വീടയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. ലോകമാം ഗംഭീരവാരിധിയിൽ വിശ്വാസക്കപ്പലിലോടിയിട്ട് നിത്യ വീടൊന്നുണ്ട് വീടയെത്തി കർത്തനോടു കൂടെ വിശ്രമിക്കും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. കാലം കഴിയുന്നു, നാളുകൾ പോയി, കർത്താവിൻ വരവു സമീപമായി. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിന്നാത്മാവിനാൽ. മഹത്വനാമത്തെ കീർത്തിപ്പാനായി ശക്തീകരിക്ക നിന്നാത്മാവിനാൽ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ജീവൻ വച്ചിടും രക്ഷകനായി അന്ത്യശ്വാസം വരെയും.
ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും. നമ്മളങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ നമ്മുടെ നരയ്ക്കുവോളം കർത്താവ് നമ്മളെ പരിപാലിക്കും, നമ്മളെ ചുമന്നോളാം എന്ന വചനം പറയുന്നത്. ദൈവവുമായി നമ്മൾ തീരുമാനമെടുക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി കാണുന്നത്. അത്ര ശക്തമായ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ പഴയ നിയമ പുസ്തകത്തിൽ ചന്ദ്രക് മേശക് അബേദ്നെഗോവിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും. അവര് ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും രാജാവ് നിർത്തിയ സ്വർണ്ണ ബിംബത്തെ നമസ്കരിക്കില്ല എന്ന് തീരുമാനമെടുത്തപ്പോൾ ആ തീച്ചുളുടെ മധ്യത്തിൽ അവരുടെ കൂടെ നാലാമനായി ഇറങ്ങി വന്ന കർത്താവ്. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളിൽ കർത്താവ് പ്രവർത്തിക്കും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, എൻ്റെ ദൈവം അത് നടത്തി തന്നാലും ഇല്ലെങ്കിലും എൻ്റെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ലാതെ നമ്മൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ, ഉറച്ചു പറയുമ്പോൾ ചില അടഞ്ഞ വഴികളൊക്കെ നമ്മുടെ മുൻപിൽ തുറക്കുവാൻ, ചില അടഞ്ഞ വാതിലുകളും ചില നമുക്ക് ലഭിക്കാത്ത ചില നന്മകളും ഒക്കെ കർത്താവ് നമുക്ക് നൽകി തരുവാനിടയെ തരും. നമ്മുടെ ഉറപ്പ് പോലെയാണ്. ഇന്ന് രാത്രിയിൽ ഈ ഗാനങ്ങൾ കർത്താവ് നമ്മളെ ബലപ്പെടുത്തുവാനിടയാക്കി ആ സ്തോത്രം ചെയ്യുന്നു. ഷിജിൻ സൗഖ്യത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ഷൈചേട്ടൻ ജോലി ഉണ്ടായിരുന്നല്ലോ അല്ലേ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഷിബോർഗിസേ സുഖമായിട്ടിരിക്കുന്നു അവിടെ? അയച്ചേട്ടൻ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സുനിൽ മുണ്ടക്കയം, ഞാൻ വിളിക്കാൻ വേണ്ടി പല പ്രാവശ്യം ഒരുങ്ങി, എനിക്ക് വിളിക്കാനുള്ള സാഹചര്യം കിട്ടാഞ്ഞുകൊണ്ടാകട്ടെ വിളിക്കാൻ. ഞാൻ ഈ ദിവസങ്ങളിൽ വിളിക്കും, ഞാൻ ഓർക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. പരിശുദ്ധനായ ദൈവമേ, കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഗാനങ്ങളിലൂടെ കർത്താവെ അങ്ങേ പാടുവാൻ, അങ്ങേക്ക് നമ്മളെ മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങൾക്ക് തന്ന ഈ അവസരത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം, ഹല്ലേലൂയ, കർത്താവിനെ അറിഞ്ഞ ആ കൃപ ഞങ്ങളെ തേടി വന്ന സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ ഒരു ഭാഗ്യത്തിൽ ഞങ്ങൾ നിലനിൽക്കുവാൻ, യേശുവിനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ യാത്രകളിൽ, ഹല്ലേലൂയ, ഞങ്ങളുടെ ജോലികളിൽ അങ്ങയുടെ കരം ഞങ്ങളുടെ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗികളായി ഭാരപ്പെടുന്ന സഹോദരങ്ങളെ സൗഖ്യമാക്കണം. സാമ്പത്തിക ഞെരുക്കത്തിലായിരിക്കുന്ന സഹോദരങ്ങളെ അല്ലെങ്കിൽ നന്മകൾ കൊണ്ട് നിറയ്ക്കണം. ഹല്ലേലൂയ. സമൃദ്ധി നൽകുന്ന ദൈവം എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. ഈ വചനം പോലെ ഞങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി നൽകുവാൻ, അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായി ഭാരപ്പെടുന്ന സഹോദരങ്ങളെ കർത്താവേ അങ്ങയുടെ അടിപ്പിണറാൽ സൗഖ്യം വന്നിരിക്കുന്നു വചനം പറയുന്നു. ആ വചനം ഞങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാക്കുന്നതിനായി സ്തോത്രം. പ്രത്യേക ലൈച്ചേട്ടനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരൻ്റെ ഹല്ലേലൂയ ആ രോഗ അവസ്ഥയ്ക്ക് സൗഖ്യം നൽകുവാൻ കർത്താവ് ശക്തനെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. 12 വർഷമായി രക്തസ്രാവമായി ഇരുന്ന രോഗിയായ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചതുപോലെ, ഹല്ലേലൂയ, പിറവിയിലെ കുരുടനായിരുന്ന മനുഷ്യൻ യേശുവെ, ഹല്ലേലൂയ, എന്നെ സൗഖ്യമാക്കുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച് കണ്ണുനീരൊഴുക്കിയതുപോലെ, ഹല്ലേലൂയ, ഞങ്ങൾ ഹല്ലേലൂയ അങ്ങയുടെ സന്നിധിയിൽ കണ്ണുനീർ ഒഴുക്കുമ്പോൾ ഞങ്ങളെ സൗഖ്യമാക്കുന്ന കരം, ഞങ്ങളെ സൗഖ്യമാക്കുവാൻ മനസ്സുള്ള കർത്താവിൻ്റെ കരം കൂടെയിരിക്കുന്നതിനായി സ്തോത്രം. പ്രത്യേക ലൈച്ചാട്ടിന് സൗഖ്യത്തിൻ്റെ കരം നീട്ടുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഷുവർഗീസ് നമ്പർ തരാം. ഓക്കെ, ഞാനിപ്പോൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും അടുത്ത ദിവസങ്ങളിൽ ചില ഗാനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുമിച്ച് കൂടാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇബ്രഹാം സി സൗഖ്യത്തോടെ ആയിരിക്കുന്നല്ലോ അല്ലേ? ഇടയ്ക്കൊന്ന് വോയിസ് ക്ലിപ്പ് വിട്ടിരുന്നു മെസ്സഞ്ചർ വഴി. ഓക്കെ,
എൻ്റെ ഫോണ് നമ്പറൊന്ന് ബ്ലോക്കായി. അതിന് കാലാവധി കഴിഞ്ഞാൽ രണ്ടാമത് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തപ്പോൾ തന്നെ ഞാൻ ഷിബു വർഗീസ്, അതുപോലെ സുനിൽ മുണ്ടക്കയം, അതുപോലെ എബ്രഹാം, എല്ലാ സഹോദരങ്ങളൊക്കെ നമ്പർ എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ അതെല്ലാം പോയി. ഏതായാലും കർത്താവ് കൂട്ടി വരുത്തുന്നതിനായി സ്തോത്രം. ഗുഡ് നൈറ്റ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ജെയിംസ് സച്ചാ, സ്തോത്രം. സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? കർത്താവ് അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഒരു സഹോദരൻ വന്നിട്ടുണ്ട്, രാജു. അദ്ദേഹം പാലക്കാട് നിന്ന് വന്നതാണ്. ഒരുപാട് നാളുകളായി കണ്ടിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഞാൻ ലൈവ് അവസാനിപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.